പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ വീട്ടിൽ ഇ ഡി പരിശോധന. ഇന്ന് രാവിലെയാണ് ഇ ഡി പരിശോധനയ്ക്ക് എത്തിയത്. കേസിലെ പ്രധാന സൂത്രധാരൻ ആനന്ദ്കുമാറിന്റെ വീട്ടിലടക്കം 12 ഇടത്ത് ഇ ഡി റെയ്ഡ് നടക്കുകയാണ്. കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 7ാം പ്രതിയാണ് ലാലി. പകുതി വില തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവും അഭിഭാഷകയുമായ ലാലി വിൻസെന്റിന്റെ പങ്ക് അറിയിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ കാര്യം തന്നെയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 21-നകം സമർപ്പിക്കണമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ലാലിയുടെ മുൻകൂർ ജാമ്യ ഹർജി 24-ലേക്ക് മാറ്റിയ കോടതി അതുവരെ അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവും നീട്ടി. മുഖ്യപ്രതി അനന്തകൃഷ്ണനിൽ നിന്ന് തട്ടിപ്പിന്റെ വിഹിതമായ 46 ലക്ഷം രൂപ ലാലി വിൻസെന്റ് കൈപ്പറ്റിയെന്നാണ് പ്രോസിക്യൂഷന്റെ ആരോപണവും. ഇരുചക്ര വാഹനം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ സീഡ് സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായി കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് നേരിട്ട് ബന്ധമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യം തന്നെയായിരുന്നു. കണ്ണൂരിൽ സ്കൂട്ടറിന് പണമടച്ചവരുടെ യോഗത്തിൽ അനന്തകൃഷ്ണനൊപ്പം ലാലി വിൻസെന്റും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പണമടച്ചവർ സീഡ് സൊസൈറ്റിയുമായി കരാറിൽ ഒപ്പിട്ടത് ലാലിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ്. അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്ന് ലാലി വിൻസെന്റിന് പണം നൽകിയതായി മൂവാറ്റുപുഴ പോലീസ് കണ്ടെത്തിയ കാര്യം തന്നെയായിരുന്നു. സീഡുമായി ബന്ധമില്ല എന്നും വക്കീൽ ഫീസാണ് അനന്തകൃഷ്ണൻ നൽകിയത് എന്നുമുള്ള ലാലിയുടെ വാദം കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് യോഗത്തിലെ സാന്നിധ്യം. കണ്ണൂരിൽ 2024 ഓഗസ്റ്റ് 21-നാണ് ഇരുചക്ര വാഹനത്തിനായി പണമടച്ചവരുടെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഗുണഭോക്തൃ സംഗമം എന്ന പേരിൽ കണ്ണൂർ അമാനി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഈ യോഗം നടത്തിയത്. 19-ന് തളിപ്പറമ്പിലും 20-ന് ശ്രീകണ്ഠപുരത്തും യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഇരുചക്ര വാഹനത്തിനായി അനന്തകൃഷ്ണന്റെ പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻസിന്റെ അക്കൗണ്ടിലേക്ക് പണമടച്ചവർ സീഡ് സൊസൈറ്റിയുമായി കരാറുണ്ടാക്കിയ മുദ്രപത്രത്തിൽ ഒപ്പുവെച്ചത് ഈ യോഗത്തിൽ വെച്ച് തന്നെയാണ്. സീഡ് കണ്ണൂർ സൊസൈറ്റി സെക്രട്ടറി A മോഹനന്റെ പരാതിയിലാണ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അനന്തകൃഷ്ണൻ 1-ാം പ്രതി, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് NGOയുടെ സ്ഥാപക പ്രസിഡന്റ് KN ആനന്ദ്കുമാർ 2-ാം പ്രതിയുമാണ്. ഗുണഭോക്തൃ യോഗത്തിൽ ലാലി പങ്കെടുത്തിരുന്നു എന്നത് കണ്ണൂരിലെ സീഡ് സൊസൈറ്റി ഭാരവാഹികൾ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. 2024 ഒക്ടോബറിൽ അനന്തകൃഷ്ണനൊപ്പം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലും ലാലി വിൻസെന്റ് എത്തിയിട്ടുണ്ടായിരുന്നു. തന്റെ ഓഫീസിലെത്തിയാണ് അനന്തകൃഷ്ണനെ ലാലി പരിചയപ്പെടുത്തിയത് എന്നാണ് KN അനന്തകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. അനന്തകൃഷ്ണന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ ലാലി സ്ഥിരം സന്ദർശകയായിരുന്നു എന്നും വിവരം കിട്ടുന്നുണ്ട്. കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 7-ാം പ്രതിയാണ് ലാലി വിൻസെന്റ്. സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റികളാണ് സീഡ്.